എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരാളുടെയും മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഒരു പുതിയ ജോലിക്ക് വേണ്ടിയായാലും ഒരു പുതിയ ബന്ധത്തിനായാലും ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ മതി ആളുകൾക്ക് നമ്മളെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ ആദ്യ കാഴ്ചയിൽ എങ്ങനെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാമെന്ന് നമ്മൾ പഠിക്കണം. ഒരു പുഞ്ചിരിക്ക് ഒരാളുടെ മാനസികാവസ്ഥ മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾ സൗഹാർദ്ദപരവും ഹാപ്പി ആയിട്ടുള്ള ഒരാളാണെന്ന് സൂചിപ്പിക്കുന്നു. പുഞ്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കുക. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അവരെ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ആളാണെന്നും കാണിക്കും. വാക്കുകളേക്കാൾ വേഗത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ശരീരഭാഷയാണ്. അതുകൊണ്ട് എപ്പോഴും ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. നേരെ നിൽക്കുക, കുനിഞ്ഞു നിൽക്കുന്നതും കൈകെട്ടി നിൽക്കുന്നതും അകലം പാലിക്കുന്ന ഒരാളായി നിങ്ങളെ ചിത്രീകരിക്കാനുള്ള സാധ്യതയുണ്ട്. സംസാരിക്കുമ്പോൾ ചെറിയ ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സംഭാഷണത്തിന് ഊർജം നൽകും. നിങ്ങളുടെ ശരീരഭാഷ തുറന്നതും ആകർഷകവുമായിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം അത് ഇനിഷ്യൽ ഐഡന്റിറ്റിയാണ്. വസ്ത്രങ്ങൾ വില കൂടിയതാവണമെന്നില്ല, പക്ഷേ വൃത്തിയുള്ളതും അയൺ ചെയ്തതുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പോകുന്ന സന്ദർഭത്തിന് യോജിച്ച വസ്ത്രധാരണം ഉണ്ടാവുക എന്നതും പ്രധാനമാണ്. ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഫോർമൽ വസ്ത്രങ്ങൾ, ഒരു കാഷ്വൽ കൂടിക്കാഴ്ചയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ. വൃത്തിയും വെടുപ്പുമുള്ള രൂപം നിങ്ങളുടെ കാര്യങ്ങളോടുള്ള സമീപനം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കും. സംസാരിക്കുമ്പോൾ ശബ്ദം വ്യക്തമായിരിക്കണം. അതായത് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയായി തോന്നാം. സംസാരിക്കുന്നതിന് മുൻപ് ഒരല്പം ഇടവേളന്ന് പോസ് എടുക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകും. സംസാരത്തിൽ ഉത്സാഹവും ഊർജ്ജസ്വലതയും നിലനിർത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സംഭാഷണത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും. ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയത്തിന് എത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാൾ ഉത്തരവാദിത്തമുള്ളവനും മറ്റൊരാളുടെ സമയത്തിന് മൂല്യം നൽകുന്നവനുമാണ്. അഥവാ സമയത്തെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യമായി പരിചയപ്പെടുമ്പോൾ മറ്റേയാളുടെ പേര് ശ്രദ്ധിക്കുകയും അത് ഓർമ്മിക്കുകയും ചെയ്യുക. സംഭാഷണത്തിനിടയിൽ ഒന്നോ രണ്ടോ തവണ അവരുടെ പേരുപയോഗിച്ച് സംസാരിക്കുന്നത് അവർക്ക് പ്രത്യേക പരിഗണന നൽകും. ഇത് നിങ്ങൾ അവരെ ശ്രദ്ധിച്ചു എന്നും അവരുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുന്നുവെന്നും സൂചിപ്പിക്കും. ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാവാൻ നിങ്ങൾ നന്നായി സംസാരിക്കേണ്ടതില്ല, പകരം നന്നായി ശ്രദ്ധിച്ചാലും മതി. സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും ശ്രദ്ധിക്കുക. മൊബൈലിൽ നോക്കാതിരിക്കുകയോ സംഭാഷണം ഇടയ്ക്ക് വെച്ച് മുറിക്കാതിരിക്കുകയോ ചെയ്യുക. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് കാണിക്കാൻ തലയാട്ടുകയും കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ആളുകൾക്ക് അവരെ ശ്രദ്ധിക്കുന്നവരെയാണ് ഇഷ്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം. സംഭാഷണത്തിലുടനീളം പോസിറ്റീവായ ചിന്തകളും സംസാരവും നിലനിർത്തുക. മറ്റൊരാളെ വിമർശിക്കുകയോ പരാതി പറയുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും സംസാരിക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എവിടെ ചെന്നാലും എല്ലാവരുടെയും മനസ്സിലൊരു ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം.